അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ വിമാനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നിർമ്മാണങ്ങൾ നിയന്ത്രിക്കാൻ കേന്ദ്രം. സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പുതിയ കരട് ചട്ടങ്ങൾ പുറത്തിറക്കി. നിർദ്ദിഷ്ട വിമാനത്താവള മേഖലകളിൽ ഉയര പരിധി ലംഘിക്കുന്ന കെട്ടിടങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സിവിൽ ഏവിയേഷൻ കർശന നിർദ്ദേശങ്ങൾ അടങ്ങുന്ന കരട് ചട്ടമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ ചുറ്റുമടക്കം ഇത്തരത്തിൽ ഉയരപരിധി ലംഘിച്ചുകൊണ്ടുള്ള നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ളത് പല തവണ വാർത്തകളായൊക്കെ വന്നതാണ്. അതിനടക്കം നിയന്ത്രണം വരുന്ന രീതിയിലുള്ള കരട് ചട്ടങ്ങളാണോ പുറത്തിറക്കിയിരിക്കുന്നത്? നീലിമ, തീർച്ചയായും. അതായത് വിമാനത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഇനി ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും വിമാനത്താവളത്തിൻ്റെ ചുറ്റളവിൽ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഡ്രാഫ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്രകാരമാണ്: വിമാനത്താവളത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ, വിമാനത്തിലുള്ള യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മരങ്ങളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും നീക്കം ചെയ്യണം എന്നുള്ളതാണ് ഈ ഡ്രാഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ പറയുന്ന കാര്യം, ഈ വിമാനത്താവളത്തിൻ്റെ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആദ്യഘട്ടത്തിൽ ഒരു നോട്ടീസ് നൽകണം. അത് ഈ മരം നിലനിൽക്കുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥനായാലും കെട്ടിടമുള്ള വസ്തുവിൻ്റെ ഉടമസ്ഥനായാലും ഒരു നോട്ടീസ് നൽകണം. ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ ഉടമ തയ്യാറാവുന്നില്ലെങ്കിൽ നേരെ ജില്ലാ ഭരണകൂടത്തിന് ഇതിൻ്റെ ചുമതല കൈമാറണം. ജില്ലാ ഭരണകൂടമായിരിക്കും പിന്നീട് പൊളിക്കൽ നടപടികളിലേക്ക് കടക്കുക എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഈ കാര്യത്തിൽ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അപ്പീൽ അധികാരിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പീൽ അധികാരിമാരുടെ അടുത്ത് പോയി പൊതുജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ അപ്പീൽ നൽകാനും സാധിക്കും. മറ്റൊന്ന്, മതിയായ നഷ്ടപരിഹാരം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നിയമവിരുദ്ധമായി നിയമം ലംഘിച്ച് പണിതിട്ടുള്ളതാണ് ഇത് എങ്കിൽ അതിന് പരിമിതമായ നഷ്ടപരിഹാരം മാത്രമേ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. എന്തായാലും ഈ വിമാനയാത്രക്കാരുടെ സുരക്ഷാ കാര്യത്തിൽ കർശനമായ തീരുമാനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ്. അതാണ് ആ രീതിയിലുള്ള വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്.